ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സേഫ്റ്റി പ്രിക്കോഷനെ പറ്റിയാണ് അല്ലേ? എന്തിനാണ് സേഫ്റ്റി പ്രിക്കോഷൻ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കുറച്ച് മാർക്കിംഗ് ടൂൾസിനെ കുറിച്ചാണ്. വരുന്ന കുറച്ച് പാഠങ്ങൾ ഹാൻഡ് ടൂൾസിനെ പറ്റിയാണ്. അതിൽ ആദ്യം മാർക്കിംഗ് ടൂൾസിനെ പറ്റി പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിലുള്ളത് സ്റ്റീൽ റൂള്, സ്ക്രൈബർ, പഞ്ച്. ഇനിയും വേറെ മാർക്കിംഗ് ടൂൾസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ എന്തിനാണ് ഇത്തരം ഹാൻഡ് ടൂൾസുകൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? നമ്മളൊരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മെറ്റലിനെ കൊണ്ടുണ്ടാക്കാൻ വേണ്ടി രണ്ടോ അതിലധികം മെറ്റൽ പീസുകളെ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അത് ചിസിൽ ഉപയോഗിച്ചോ ഷിയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്യാസ് കട്ടിങ് പ്രോസസ്സിലൂടെയോ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ഒരു വസ്തു ഉണ്ടാക്കുന്നു. പക്ഷെ വെറുതെ ഇങ്ങനെ മെറ്റൽ പീസുകളെ കട്ട് ചെയ്താൽ നമുക്ക് ഉദ്ദേശിച്ച ആ വസ്തു കിട്ടുമോ? ഇല്ല. നമുക്കെന്ത് വേണം? അതിനൊരു സേർട്ടൺ ഡയമെൻഷനിൽ വേണം കട്ട് ചെയ്യാൻ, അതിൻ്റെ അളവിന്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച വസ്തുവിൻ്റെ അതിന് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ അതിനെന്ത് വേണം? ഉണ്ടാക്കേണ്ട വസ്തുവിൻ്റെ ഒന്നുകിൽ അതിൻ്റെ ഡ്രോയിങ്ങിൽ അളവ് കൊടുത്തിട്ടുണ്ടാവും. ആ അളവ് പ്രകാരം വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മളൊരു ഗ്രിൽസ് ഉണ്ടാക്കി അത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ അത് അതിൻ്റെ അളവിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അതെന്തില്ല, ഫിറ്റ് ചെയ്യൽ നടക്കൂല. കാരണം ഒന്നിക്ക് അതിലേക്ക് വലിപ്പം കൂടുതലോ കുറവായിരിക്കും. അതിനെന്ത് വേണം? ആദ്യം അളവെടുത്ത് ആ അളവിൽ വേണം ഈ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നമുക്ക് ഇത്തരം മാർക്കിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തതാണ് സ്റ്റീൽ റൂള്. സ്റ്റീൽ റൂള് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും സ്റ്റീൽ റൂളിനെ പറ്റി ഒന്ന് ശരിക്കും പറയാം. സ്റ്റീൽ റൂളിൽ വേറൊരു പേര് കൂടിയുണ്ട്, എൻജിനീയേഴ്സ് റൂൾ എന്ന് പറയും. ഈ സ്റ്റീൽ റൂള് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ലീനിയർ ഡയമെൻഷൻ ഓഫ് ദ വർക്ക് പീസ്. നമുക്ക് വർക്ക് പീസിൻ്റെ ഡയമെൻഷനൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീൽ റോള് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്റ്റീൽ റോള് നിർമ്മിച്ചിരിക്കുന്ന വസ്തു മെറ്റീരിയൽസ് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊണ്ടാണ് ഈ സ്റ്റീൽ റോള് നിർമ്മിച്ചിരിക്കുന്നത്. എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഇങ്ങനെ സ്റ്റീൽ റോള് അല്ലെങ്കിൽ മറ്റ് സ്ക്രൈബർ ഉള്ള വസ്തുക്കൾ ഏത് മെറ്റലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ സ്റ്റീൽ റോള് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സ്റ്റീൽ റോളിൻ്റെ ഒരു പിക്ചർ. അതിൻ്റെ ആ ഡയമെൻഷൻ കുറച്ച് വലുതാക്കിയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം, താഴെ ഉണ്ടാവും ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, മുകളിൽ സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ മാർക്കിങ്ങിൽ നോക്കിയാൽ കാണാം, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. അതിൻ്റെ നടുവിലൊരു വലിയ വരയുണ്ട്, അത് 1/2 സെൻറ്റിമീറ്റർ. പിന്നെ 10 mm, ഒരു 10 കുറച്ചുകൂടി നടുവിലെ വര ഇതിൽ കാണാം. അത് ഒരു വരയെന്ന് ഒരു വരയിൽ വരെയുള്ളത് 1 mm ആണ്. അങ്ങനെ 10 വരയുണ്ടാവും. അതിൻ്റെ ഇടയിലായിട്ട് ഒരു ഏറ്റവും ചെറിയൊരു വരയും കൂടി കാണാം, അത് 0.5 mm ആണ്. അതായത് ഒരു mm പകുതി. അപ്പോൾ സ്റ്റീൽ റോളിൽ നമുക്ക് നോക്കിയാൽ കിട്ടുന്ന അതിൻ്റെ റീഡിങ് അക്യുറൻസി എന്ന് പറയുന്നത് 0.5 mm ആണ്. അത്രയും ഷാർപ്പായിട്ട് നമുക്കത് അളവ് അതിനകത്ത് മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ചെയ്യാനും പറ്റും. ദ റീഡിങ് അക്യുറസി ഓഫ് ദ സ്റ്റീൽ റൂൾ ഈസ് 0.5 mm. നമുക്ക് സ്റ്റീൽ റൂൾ ഏതൊക്കെ ലെങ്ത്തിൽ ലഭ്യമാകും നോക്കാം. ഒരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ റൂള് നമുക്ക് 150 mm, 300 mm ആൻഡ് 600 mm ഈ അളവുകളിലാണ് നമുക്ക് സ്റ്റീൽ റോള് ലഭ്യമാവുക.
ഇനി സ്റ്റീൽ റോള് സൂക്ഷിക്കുമ്പോൾ ഉള്ള പ്രീക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റീൽ റോളിൻ്റെ എക്യുറസി എന്നതിൽ പ്രധാനം, അതിനൊരിക്കലും ഡാമേജ് ഉണ്ടാവാറ്. ഇപ്പോൾ സ്റ്റീൽ റോളിൻ്റെ എക്യുറൻസി നിലനിർത്താൻ വേണ്ടി അതിൻ്റെ എഡ്ജും അതിൻ്റെ സർഫേസും ഡാമേജും റസ്റ്റും ഇല്ലാതെ സൂക്ഷിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറേ കാലം ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഒരു അപ്ലൈ തിൻ ഫിലിം ഓഫ് ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഓയിലിൻ്റെ ഒരു ചെറിയ കോട്ടിങ് അതിന് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലെ മറ്റോ പൊതിഞ്ഞ് വെക്കാം. കടയിലൊക്കെ സൂക്ഷിക്കുമ്പോൾ അങ്ങനെ വെച്ചിട്ട് കാണും, അത് റസ്റ്റ് പിടിക്കാതിരിക്കാനൊക്കെയാണ്. ഒരു തിൻ കോട്ടിങ് കൊടുക്കും ഓയിലിൻ്റെ. പിന്നെ ഡു നോട്ട് പ്ലേസ് സ്റ്റീൽ റോൾ വിത്ത് അതർ കട്ടിംഗ് ടൂൾസ്. സ്റ്റീൽ റോൾ എന്ത് ചെയ്യാറ് മറ്റ് ടൂൾസിൻ്റെ കൂടെ, കട്ടിംഗ് ടൂൾസ് മാത്രമല്ല അതിൻ്റെ ടൂൾസിൻ്റെയും കൂടി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുമ്പം ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്കൊക്കെ മാഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡു നോട്ട് പ്ലേസ് സ്റ്റീൽ റോൾ വിത്ത് അതർ കട്ടിംഗ് ടൂൾസ്. ഷെൽഫിലേക്ക് ഇവിടെ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ട്രെയിനേഴ്സിനോട് പറഞ്ഞിട്ടേ കാണും, എല്ലാ ടൂൾസും കൂടി ലാസ്റ്റ് ഒരുമിച്ച് വാരി എടുത്ത് കൊണ്ടുപോയി ഷെൽഫിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഒരിക്കലും വെക്കാൻ വേണ്ട, എല്ലാ ടൂൾസും അതിൻ്റെതായ സ്ഥാനത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നിങ്ങൾ എന്ത് വേണം എഴുതിയെടുത്തിട്ട്, കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ എഴുതിയില്ലേ നോട്ടിൻ്റെ പുറകിൽ, അതിനെ തുടർച്ചയായിട്ട് എഴുതുക. എന്നിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റീൽ റോൾസ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. സ്റ്റീൽ റോള് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്നോ, സ്റ്റീൽ റോൾസ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റീഡിംഗ് എക്യുറസി ഓഫ് ദ സ്റ്റീൽ റോൾ ഈസ് ഡാഷ്. സ്റ്റീലിൻ്റെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എക്യുറസി, ദ റീഡിംഗ് എക്യുറസി ഓഫ് ദ സ്റ്റീൽ റോൾ ഈസ് ഡാഷ്. ഇനി അടുത്ത ഹാൻഡ് ടൂളാണ് സ്ക്രൈബർ. നമുക്ക് സ്ക്രൈബറിനെ കുറിച്ച് ഒന്ന് നോക്കാം, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. സ്ക്രൈബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്ക്രൈബർ. അപ്പോൾ അതിന് എന്തുണ്ട്, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പോയിന്റ് ഉണ്ട്. ഇതുപോലെ മറ്റേ അറ്റത്ത് ബെൻഡായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു അറ്റമുണ്ട്. അതിൻ്റെ നടുവിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിപ്പ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ സ്ക്രൈബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതും മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് മെറ്റലിൻ്റെ മുകളിൽ ലൈനൊക്കെ വരയാൻ വേണ്ടി, മനസ്സിലായില്ല, ലൈൻ വരയാൻ വേണ്ടി സ്ക്രൈബ് ചെയ്ത് ലൈൻ വരയും. നമ്മൾ നോട്ട്ബുക്കിൽ പെൻസിലിനെ കൊണ്ട് വരയുന്നത് പോലെ ഇതിൻ്റെ ഷാർപ്പായ എഡ്ജ് കൊണ്ട് ലൈൻസ് ഒക്കെ വരും. ഈ സ്ക്രൈബർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഈ സ്ക്രൈബർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ, അതായത് കാർബൺ കണ്ടന്റ് കൂടുതലായ മെറ്റൽ കൊണ്ട്. ഇപ്പോൾ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഹാർഡ്നെസ് കൂടും, പെട്ടെന്ന് തേഞ്ഞു പോകില്ല. അതാണ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഈ സ്ക്രൈബർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ ഡ്രോയിങ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ലൈൻസ് ഫൈൻ പോയിന്റ്സ് ആർ ഗ്രൗണ്ട് അറ്റ് ബോത്ത് എൻഡ്സ്. അതിൻ്റെ രണ്ടറ്റവും ഗ്രൈൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റോണിലൊക്കെ വരച്ച് നല്ല ഷാർപ്പാക്കി വെച്ചിട്ടുണ്ടാകും. നമുക്ക് മെറ്റലിൻ്റെ മുകളിൽ ക്ലിയർ ആയ ഷാർപ്പ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ക്രൈബറിൻ്റെ പ്രധാന ഉപയോഗം ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. എന്താ, വർക്ക് പീസിൻ്റെ മുകളിൽ നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിയർ ചെയ്യുമ്പോൾ, ഹെക്സോ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ, ഓക്സിയാസിറ്റിങ് ഗ്യാസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്യണം. അളവ് പ്രകാരം കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ആ മാർക്കിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൈബർ ഉപയോഗിക്കുന്നു. വൈൽ സ്ക്രൈബിംഗ് ലൈൻസ് ദ
സ്ട്രെയിറ്റ് എൻഡ് ഓഫ് ദ സ്ക്രൈബർ ഈസ് യൂസ്ഡ് ലൈക്ക് എ പെൻസിൽ. സ്ക്രൈബറിൻ്റെ സ്ട്രെയിറ്റ് ഭാഗം ഇത് പെൻസിൽ പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ദ പോയിന്റ് ഓഫ് ദ സ്ക്രൈബർ ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഓയിൽ സ്റ്റോൺ ഫ്രീക്വൻലി ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഷാർപ്പ്നെസ്. ഇതിൻ്റെ ഷാർപ്പ്നെസ് എപ്പോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടറ്റവും ഗ്രൈൻഡ് ചെയ്തിട്ടോ ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടോ അതിൻ്റെ ഷാർപ്പ്നെസ് നിലനിർത്തണം. അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തേഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാർക്കിങ് കിട്ടൂല. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്ക്രൈബർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വസ്തു എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? നിങ്ങൾ നോട്ടിൽ എഴുതുക. 3ാമത്തെ ക്വസ്റ്റ്യനായിട്ട് എഴുതുക. സ്ക്രൈബർ നോക്കിയാൽ കാണാം, സ്ക്രൈബർ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. അങ്ങനെ എഴുതിയാണ് ഇത് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ എഴുതിയിട്ട് എനിക്ക് എല്ലാം കൂടി എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചാൽ ഇപ്പം 3 ക്വസ്റ്റ്യൻ ആയല്ലേ. ഇനിയും അടുത്തതിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതൊക്കെ മുഴുവൻ എഴുതിയിട്ട് വേണം ഫോട്ടോ എടുത്ത് അയക്കാൻ വേണ്ടി. ഇനി സ്ക്രൈബർ ഉപയോഗിക്കുമ്പോഴുള്ള സേഫ്റ്റി പ്രീക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം സ്ക്രൈബർ എന്ന് വെച്ചാൽ എന്താണ്? ഷാർപ്പായിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ എന്ത് വേണം? സ്ക്രൈബേഴ്സ് ആർ വെരി ഷാർപ്പ് ആൻഡ് ദേ ആർ ടു ബി ഹാൻഡിൽ വെരി കെയർഫുള്ളി. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഷാർപ്പ് ടൂൾ കൊണ്ട് മുറിവേക്കാൻ സാധ്യതയുണ്ട്. സ്ക്രൈബേഴ്സ് ആർ വെരി ഷാർപ്പ് ആൻഡ് ദേ ആർ ടു ബി ഹാൻഡിൽ വെരി കെയർഫുള്ളി. അടുത്ത പോയിന്റ്, ഡു നോട്ട് പുട്ട് ദ സ്ക്രൈബർ ഇൻ യുവർ പോക്കറ്റ്. സ്ക്രൈബർ എന്ത് ചെയ്യാറ്? നിങ്ങളുടെ പോക്കറ്റിൽ ഇടരുത്. കാരണം നിങ്ങൾ വല്ലാതെ തടഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ക്രൈബർ നമ്മുടെ ശരീരത്തിൽ കുത്തിക്കയറും, മുറിവുണ്ടാവും. അതുകൊണ്ട് ഡു നോട്ട് പുട്ട് ദ സ്ക്രൈബർ ഇൻ യുവർ പോക്കറ്റ്. പ്ലേസ് എ കോക്ക് ഓർ ഓൺ ദ പോയിന്റ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പോയിന്റിൽ ഒരു കോക്ക് ഇട്ട് വെക്കുക. അത്രയാണ് സ്ക്രൈബറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പഞ്ചസിനെ പറ്റി നോക്കാം. പഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് സെൻട്രൽ പഞ്ച്, രണ്ടാമത്തത് പ്രിക്ക് പഞ്ച്, മൂന്നാമത്തത് ഡോട്ട് പഞ്ച്. ഇങ്ങനെ 3 ടൈപ്പ് പഞ്ചുകൾ ഉണ്ട്. ഈ പഞ്ചുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഹൈ കാർബൺ സ്റ്റീലാണ്. സ്ക്രൈബറും ഹൈ കാർബൺ സ്റ്റീലാണ്. അതുപോലെ ഈ പഞ്ചും ഹൈ കാർബൺ സ്റ്റീലാണ്. അപ്പോൾ പഞ്ചിൻ്റെ ഉപയോഗം എന്താ? പഞ്ചിൻ്റെ ഉപയോഗം മെറ്റലിൻ്റെ മുകളിൽ സ്ക്രൈബ് ചെയ്ത ലൈനിൻ്റെ മുകളിൽ ഹാമർ ഉപയോഗിച്ച് അടിച്ചിട്ട് മാർക്ക് ചെയ്യാനാണ് പഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെൻട്രൽ പഞ്ച് നോക്കാം. ആ ചിത്രം ഒന്നാമത്തെ നോക്കി കാണാം, സെൻട്രൽ പഞ്ച്. ആ സെൻട്രൽ പഞ്ചിൻ്റെ ആംഗിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ടിപ്പിൻ്റെ ആംഗിൾ അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. എക്സാമിന് ചോദിക്കാറുണ്ട് സെൻട്രൽ പഞ്ചിൻ്റെ ആംഗിൾ എത്രയാണ്. അപ്പോൾ സെൻട്രൽ പഞ്ചിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ഓർത്ത് വെക്കുക. അപ്പോൾ സെൻട്രൽ പഞ്ച് കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വൈഡായിട്ടുള്ള ഒരു അധികം ആഴത്തില്ല അതൊരു മാർക്കാണ് കിട്ടുക. ദ പഞ്ച് മാർക്ക് മെയ്ഡ് ബൈ ദിസ് വൈഡ് ആൻഡ് നോട്ട് വെരി ഡീപ്പ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ദിസ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഹോൾസ് ലൊക്കേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഡ്രില്ല് ചെയ്യുമ്പോൾ മെറ്റലിന് ഹോൾ ഉണ്ടാക്കുമ്പോൾ ഡ്രില്ലിങ് മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആ കറക്റ്റ് സ്ഥലത്ത് വേണ്ടുന്ന സ്ഥലത്ത് തന്നെ ഹോള് കിട്ടണം. നമ്മൾ ഈ പഞ്ച് മാർക്കൊന്നും ഇല്ലാതെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്ത് കളിക്കും, ഹോളാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കറക്റ്റ് വേണ്ടുന്ന സ്ഥലത്ത് ഹോള് കിട്ടൂല. അപ്പോൾ കറക്റ്റ് ഹോള് കിട്ടാൻ വേണ്ടി ഈ സെൻട്രൽ പഞ്ച് ഉപയോഗിച്ച് ഒരു പഞ്ച് ചെയ്തിട്ട് അതിലേക്കാണ് ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്യുക. അതിനൊക്കെയാണ് ഈ സെൻട്രൽ പഞ്ച് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ സെൻട്രൽ പഞ്ചിൻ്റെ ഉപയോഗം? ഇനി അടുത്തതാണ്
പ്രിക്ക് പഞ്ച്. ചിത്രത്തിൽ കാണുന്ന പ്രിക്ക് പഞ്ചാണ്. സെൻട്രൽ പഞ്ചും പ്രിക്ക് പഞ്ചും എല്ലാം കാണാൻ ഒരുപോലെ തന്നെ. എന്തുമാത്രമാണ് വ്യത്യാസം? അതിൻ്റെ ടിപ്പിൻ്റെ അവിടെയുള്ള ആംഗിള്, പ്രിക്ക് പഞ്ചിൻ്റെ ആംഗിള് 30 ഡിഗ്രിയാണ്. ഓർത്ത് വെക്കുക, ദ ആംഗിൾ ഓഫ് ദ പ്രിക്ക് പഞ്ച് ഈസ് 30 ഡിഗ്രി. ഈ പഞ്ച് ഉപയോഗിക്കുന്നത്, this punch is used for making light punch mark needed to position dividers and trommels. ഈ പഞ്ച് ഉപയോഗിക്കുന്ന ലൈറ്റ് പഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാൻ വേണ്ടി? ഡിവൈഡറും അതുപോലെ തന്നെ ട്രമ്മൽസും. ഡിവൈഡർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, സ്കൂളിലൊക്കെ ഉപയോഗിച്ചിരിക്കണം. ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ആ 2 ഷാർപ്പ് അങ്ങനെയുള്ള ആ ഉപകരണം, അതാണ് ഡിവൈഡർ. അതുപോലെ തന്നെ മെറ്റലിന്റെ മുകളിൽ മാർക്ക് ചെയ്യുന്നതുണ്ട്, ഡിവൈഡർ ഉണ്ട്, കുറച്ച് വലിയ ടൈപ്പ്. അപ്പോൾ മെറ്റലിന്റെ മുകളിൽ റൗണ്ടൊക്കെ മാർക്ക് ചെയ്യാൻ ചെയ്യും. ഈ പഞ്ച് ഉപയോഗിച്ച് പഞ്ച് ചെയ്താൽ ആ പഞ്ചിൽ അതിന്റെ ലെഗ് വെച്ചിട്ട് റൗണ്ടിൽ വരയും. പിന്നെ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതാണ് ട്രമ്മൽസ്. ട്രമ്മൽസ് ഇതുപോലെ തന്നെ റൗണ്ട് വരാനൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ കാണാൻ 2 ലെഗ്, അതിലൊരു ലെഗ് എന്ത് ചെയ്യും? ഈ പ്രിക്ക് പഞ്ച് ഉപയോഗിച്ച പഞ്ച് മാർക്കിൽ കൊത്തിയിട്ട് നമുക്ക് വേണ്ടുന്ന അളവിൽ റൗണ്ട് വരാനൊക്കെ ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് ഡോട്ട് പഞ്ച്. ചിത്രത്തിൽ കാണാം ഡോട്ട് പഞ്ച് എന്ന്. അതിൻ്റെ ആംഗിള് 60 ഡിഗ്രി. ദ ആംഗിൾ ഓഫ് ദ ഡോട്ട് പഞ്ച് ഈസ് 60 ഡിഗ്രി. 3 പഞ്ചും കാണാൻ ഒരുപോലെ തന്നെ, അതിൻ്റെ ടിപ്പിൻ്റെ ആംഗിൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ദ ആംഗിൾ ഓഫ് ദ ഡോട്ട് പഞ്ച് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഈ ഡോട്ട് പഞ്ച് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്ക്രൈബ് ചെയ്ത ലൈനിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? സ്മോൾ ഡോട്ട് ഉപയോഗിക്കണം. അതായത് ജോബ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്ക്രൈബ് ചെയ്ത ലൈൻ ചിലപ്പോൾ മാഞ്ഞു പോകും. അത് നേരിയൊരു ലൈനാണ്. അത് എപ്പം മാഞ്ഞു പോവാതെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെൽഡ് ചെയ്യുമ്പോൾ, കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിലൂടെ തന്നെ കട്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ മെറ്റൽ പീസ് മാർക്ക് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഈ സ്ക്രൈബ് ചെയ്ത ലൈൻ മാഞ്ഞു പോവാം. അങ്ങനെ മാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഈ ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ 60 ഡിഗ്രി അളവുള്ള ഈ ഡോട്ട് പഞ്ച് ഈ സ്ക്രൈബ് ലൈനിൻ്റെ മുകളിൽ ക്യാമറ ഉപയോഗിച്ച് അടിച്ചടിച്ച് മാർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അതിനാണ് ഡോട്ട് പഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ പഞ്ച് നമ്മൾ മെഷീൻ ചെയ്യുമ്പോഴോ ചിപ്പ് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്നക്യുറസീസ്, അതായത് അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ആ മാർക്ക് ചെയ്തല്ല എൻ്റെ മുകളിൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ലാസ്റ്റ് പോയിന്റ്. ദിസ് പഞ്ച് മാർക്ക് ആക്ട് ആസ് വിറ്റ്നസ് അഗേൻസ്റ്റ് ഇന്നക്യുറസീസ് ഇൻ ചിപ്പിംഗ്, ഫയലിംഗ്, ഹെക്സോയിങ് ആൻഡ് മെഷീനിങ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്നക്യുറസീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിക്ക് പഞ്ച് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹെൻസ് ദേ ആർ കോൾഡ് ആസ് വിറ്റ്നസ് മാർക്ക്. അതിനെ വിറ്റ്നസ് മാർക്ക് എന്നും വിളിക്കാം. ഓക്കെ, ഇത്രയാണ് പഞ്ചിന്റെ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. നേരത്തെ 3 ചോദിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡോട്ട് പഞ്ച്, ദ ആംഗിൾ ഓഫ് ദ ഡോട്ട് പഞ്ച് ഈസ് ഡാഷ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ദ ആംഗിൾ ഓഫ് ദ ഡോട്ട് പഞ്ച് ഈസ് ഡാഷ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ദ പ്രിക്ക് പഞ്ച് ഈസ് ഡാഷ്. ദ ആംഗിൾ ഓഫ് ദ പ്രിക്ക് പഞ്ച് ഈസ് ഡാഷ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ദ സെൻട്രൽ പഞ്ച് ഈസ് ഡാഷ്. ഈ 6 ക്വസ്റ്റ്യനും എന്ത് വേണം? നോട്ടിനെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുക.
ഈ വീഡിയോയിൽ കാണുന്ന നോട്ട്സ് നിങ്ങൾ ഇപ്പോൾ എഴുതിയെടുക്കണ്ട, അതിൻ്റെ PDF ഞാൻ വേറെ അയച്ചു തരുന്നതാണ്. അത് ഒരുപാട് ടൂൾസിൻ്റെ ഉണ്ട്, നമുക്ക് മൊത്തം എഴുതാം. അതിൻ്റെ PDF ഞാൻ അയച്ചു തരും. ഈ വീഡിയോയിൽ കാണുന്ന മറ്റേ നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.